ശബരിമല വിഷയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അങ്ങോട്ട് വന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറിൽ അവിടെ നിന്നിപ്പോൾ ദേവസ്വത്തിൻ്റെ മുൻ കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും ആയി മാറിയ വാസു, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്കും മുൻ ദേവസ്വം മന്ത്രി, അതൊരു വലിയ കണ്ണിയാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തോടെ ശബരിമലയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമല്ല നടന്നത്. സ്വാമി ശരണം, അയ്യപ്പൻ്റെ കളി എന്നേ പറയാൻ പറ്റും. കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പത്തെ ചർച്ചയിൽ വാസുവിലേക്ക് ഇതെത്തും. കാരണം ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു, പിന്നീട് ദേവസ്വം പ്രസിഡൻ്റായ വാസു, രണ്ടു ഒരാളാണല്ലോ. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യമൊക്കെ തടി തപ്പിയിരുന്നത്. പിന്നീട് ആ സ്വർണത്തിൻ്റെ ഇത്ര ബാക്കിയുണ്ട്, അത് ആരെയും കല്യാണം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചത് ശരിക്കും വാസുവിനെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന പോറ്റി ആ നിലയ്ക്ക് നോക്കുന്ന സമയത്തും അന്ന് തന്നെ ഇയാൾക്ക് പങ്കിട്ടെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന ആൾ പ്രസിഡന്റ് ആകുന്ന സമയത്ത് അതിൽ തന്നെ വലിയൊരു തകരാറാണ് ശരിക്കത്. അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ദേവസ്വം കമ്മീഷണർ അവിടുത്തെ ഉദ്യോഗസ്ഥനായിട്ടാണ്, അതെ, ഗവൺമെൻറ്റിൻ്റെ നോമിനിയായിട്ടാണ് പ്രസിഡന്റ് ആകുന്നത്. അപ്പം അവിടുത്തെ തന്നെ ഉദ്യോഗസ്ഥനായിരുന്ന ആൾ അവിടെ തന്നെ നോമിനിയായിട്ട് പ്രസിഡൻ്റായി വരുന്ന സമയത്ത് ഏതോ വലിയ കളവ് ഒതുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അനുമാനിക്കാൻ സാധിക്കില്ല. വലിയ കളവ് ഒതുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ആ വെച്ച് നോക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രത്തിലേക്കും അത് എത്തുന്നുള്ളത് ഉറപ്പല്ലേ. ഒരു കടകംപള്ളി സുരേന്ദ്രൻ മാത്രമായിരിക്കില്ല, അതും കൂടി ചിന്തിക്കണം. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആൾക്കാരുണ്ടാവും. പാർട്ടിയുടെ ഉന്നതന്മാരുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടാകാൻ എല്ലാവിധ ചാൻസും ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയ ശൃംഖലയാണ്, ഒരു ചെയിൻ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള വലിയൊരു ശൃംഖലയാകാനല്ലേ വഴിയുണ്ടോ സത്യത്തിൽ? അല്ല, 2016 പിന്നെ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പുള്ള സർക്കാരിലേക്ക് ഒരു പക്ഷേ പോകാമല്ലോ. കാരണം ഓരോരോ സർക്കാർ വരുന്ന സമയം, ഇപ്പം ഇയാളുടെ ഈ ഇപ്പോഴത്തെ കമ്മീഷണറായിട്ടുണ്ടായിരുന്ന അയാൾ ഒരു സമയത്ത് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ യൂണിയനിലായിരുന്നു. ഇപ്പം അടുത്ത കാലത്താണ് ഇയാൾ ഇപ്പം ഭരിക്കുന്ന സർക്കാരിലെ യൂണിയനിലേക്ക് വന്നത്. അപ്പം ഇതേപോലത്തെ കളികളൊക്കെ ഓരോ സമയത്തും നടക്കുന്നുണ്ടെന്ന് ഉറപ്പല്ലേ. മുൻ സർക്കാരിൻ്റെ കാലത്ത് പാത്രങ്ങളുടെ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അന്നത്തെ മന്ത്രിയുടെ സ്വന്തം കാരൻ തന്നെയല്ലേ, സഹോദരൻ തന്നെയല്ലേ ആയിരുന്നില്ലേ അതിൽ മോഷണത്തിലെ പ്രതിയായിരുന്നത്? എങ്ങനെ തേച്ചു മാച്ചു കളഞ്ഞു? ഇല്ലെങ്കിൽ ഇപ്പം നടക്കുന്നുണ്ടോ? കോടതി കാര്യമായിട്ട് വ്യക്തമായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത്. അതിൽ സ്പെഷ്യൽ കമ്മീഷണർക്ക് വലിയൊരു പങ്കുണ്ട്. ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മുമ്പിലേക്ക് കൊണ്ടുവരാൻ. അപ്പം അല്ലെങ്കിൽ ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. കോടതിയുടെ കാര്യമായിട്ടുള്ള ഇടപെടൽ, ഹൈക്കോടതിയുടെ കാര്യമായിട്ടുള്ള ഇടപെടൽ കാരണം സ്പെഷ്യൽ കമ്മീഷണറുടെ അതിനോടുള്ള, അയ്യപ്പനോടുള്ള വലിയൊരു ഭക്തി, ഇതെല്ലാം കൂടി ചേരുന്ന സമയത്താണ് ഇപ്പം ഇത് ഇനി വീണ്ടും 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 വളരെ താഴോട്ട് പോകേണ്ടി വരും. പെട്ടെന്ന് തുടങ്ങിയതല്ല. അപ്പം കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടിരിക്കുന്ന കാര്യം, ഒരു നാൾ കള്ളൻ ആൾക്കാർ പിടിക്കും, പലനാൾ കള്ളനെ ഒരു നാൾ പിടിക്കപ്പെടും. ഈ വിധത്തിലേക്ക് കാര്യം. അപ്പോൾ ഒരു കള്ളനല്ല, എല്ലാ കള്ളന്മാരും ഇതിനെ പിന്നെ വന്ന് പിടിക്കപ്പെടുന്നുള്ള, ഏകദേശം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെന്നുള്ള അറിയണ്ട. പക്ഷേ SITയുടെ മേലുദ്യോഗസ്ഥർ സത്യസന്ധന്മാരാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തേച്ചു മാച്ച് കളയില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. പിന്നെ അയ്യപ്പൻ്റെ ഒരു വലിയ എന്താ പറയുക, ഒരു ശക്തി, ആ ശക്തി ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട്, ഈ കള്ളന്മാർക്കെതിരായിക്കൊണ്ട് എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അയ്യപ്പ ഭക്തർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട്
പിടിക്കപ്പെടും. കാര്യമായിട്ട് ഒരാളല്ല, മിക്കവാറും ആൾക്കാർ ഇതിൽ ആരൊക്കെ ചേർന്നിട്ടുണ്ടോ അവരെല്ലാം. പിന്നെ മന്ത്രിമാരൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഭാഗത്തൂടെ ചിലപ്പോൾ വലിയ ശ്രമങ്ങൾ ഉണ്ടാകാം, അതും പറയാൻ പറ്റില്ല. ഒരു മന്ത്രിയല്ല, മുൻമന്ത്രിക്ക് സഹോദരനെ രക്ഷിച്ചതിൽ മുൻമന്ത്രിക്ക് പങ്കുണ്ടല്ലോ. ഇവരെല്ലാം പാർട്ടി വേറെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒരേ കമ്പനിയാണ്. അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണം. തിരുവനന്തപുരത്ത് നടക്കുന്ന പല സാംസ്കാരിക എന്ന് പറഞ്ഞാൽ പേപ്പറിൽ കൂടി വരുന്ന പല സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലേക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു ശൃംഖല. ഇതെല്ലാം കൂടി വെച്ചിട്ട് വേണം നോക്കാൻ. അപ്പം അതിൽ പല പാർട്ടികളുടെയും പല ആൾക്കാർ അവർ വിളിച്ചിട്ടല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നയാളെ വിളിച്ചോ എന്ന് ചോദിച്ചിട്ടുള്ള പോക്കാണ്. അതിൻ്റെ സംഘാടകരായിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ, സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നും കൂടി കണ്ടെത്തണം. ഈ സ്പോൺസർമാർ പലരും ഇവരൊക്കെ വിളിക്കാൻ വേണ്ടി പറഞ്ഞ് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ, അതിൽ ചില എനിക്ക് തോന്നുന്നു ഭീകരന്മാർക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരടക്കമുണ്ട്. ചില ബിസിനസ്സുകാരുണ്ട് അവരെ സംരക്ഷിക്കാൻ പണം കൊടുക്കുന്ന ആൾക്കാർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണം. കാരണം ഒരേ ബിസിനസ് നടത്തുന്ന 6-7 സ്ഥാപനങ്ങൾ ഒരേ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. അവരുടെ അവിടെ സാധനങ്ങൾ വിൽക്കുന്നത് വില കുറച്ചിട്ടാണ്. ആ ആൾക്കാരാണ് ചിലതെല്ലാം സ്പോൺസർ ചെയ്യുന്നത്. അതിൽ പെടുന്ന ആൾക്കാർ ആരൊക്കെ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവർക്കൊക്കെ ഇത്തരം എല്ലാ കാര്യങ്ങളും, ഒരു അയ്യപ്പൻ്റെത് മാത്രമല്ല, ഇവിടെ നടക്കുന്ന ഇത്തരം കുഴപ്പങ്ങളുടെ മുഴുവൻ ഇവർക്ക് പങ്കാളികളുണ്ടാകും. അതിൽ കാര്യമായിട്ട് അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ ആളുകൾക്കെല്ലാം ഈ അയ്യപ്പ പുറമേക്ക് വലിയ പുത്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ. അപ്പം വലിയ പങ്കാളിത്തം ഉണ്ടാകാം. ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല, ഉണ്ടാകാം. പക്ഷെ അന്വേഷണം ആ നിലയ്ക്ക് താഴോട്ട് പോകണം. ഇനി ഇതിനകത്ത് ഇപ്പം ഇവിടെ പറയുന്നത് സന്നിധാനത്ത് മാത്രമുള്ള കാര്യങ്ങളാണ്. ഇനി തൊട്ട് ചേർന്ന് നിൽക്കുന്നതാണ് മാളികപ്പുറം. അതെ, ഈ ശബരിമലയിലേക്ക് വരുന്ന സന്നിധാനത്ത് ദർശനം നടത്തുന്ന ഭക്തർ മാളികപ്പുറത്തും ദർശനം നടത്തിയാണ് മലയിറങ്ങുന്നത്. ഇവിടെ നൽകുന്ന ആ കാണിക്ക മുഴുവൻ അവിടെയും ഭക്തർ നൽകാറുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്ര, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് ഇത് തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കൊടുക്കുന്നത് അത്രയും അവിടെയും കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കൊടുക്കുന്നതില് ഇതിനകത്ത് അവർക്ക് അവിടെയും ഈ പറഞ്ഞതുപോലെ അത് ചെറിയ ചെറിയ സ്വർണമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ കാണിപ്പൊന്ന് എന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊട്ടുംപൊടിയായിരിക്കും അവർ കൊടുക്കുന്നത്. അത് ധാരാളം ഇന്ന് ആ പൊട്ടും പൊടിക്കുള്ള വില എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതല്ലേ. അപ്പൊ ഇതിനൊന്നും ഒരു കണക്കില്ലാതെ പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ മാളികപ്പുറത്തേക്ക് പോയിട്ടില്ല ഇതിന്റെ അന്വേഷണം. അവിടെയും പലതും ഭക്തര് സംഭാവന ചെയ്തിട്ടുണ്ട്, സ്വർണമാക്കി കൊടുത്തിട്ടുണ്ട്. അതിലും ചോർച്ച ഉണ്ടാകണമല്ലോ. ഉണ്ടാവുന്നത് ഉറപ്പല്ലേ. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ അദ്ദേഹം നിശ്ചയിച്ച ചില ആൾക്കാർ അവിടെ കീഴ്ശാന്തിമാരും ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഉണ്ടാകാം. മാളികപ്പുറത്ത് മേൽശാന്തിക്കും ചില ആൾക്കാരെ വെക്കാം കീഴ്ശാന്തിമാരായി. അവിടെ പുറപ്പെടാ ശാന്തിയുണ്ട്. അതെ, പുറപ്പെടാ ശാന്തിയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കീഴ്ശാന്തിമാരെ വെക്കാം. ആ കീഴ്ശാന്തിമാരിൽ കണക്കില്ലാത്ത ആൾക്കാർ, ഐ ഡി കാർഡില്ലാത്ത ആൾക്കാർ എത്ര പേരുണ്ടെന്നുള്ളത് നോക്കണം. അവർ ബിനാമിമാരാക്കും ആയിരിക്കും. പക്ഷേ അവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം ബോർഡിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോ അറിയാതിരിക്കില്ല, ബന്ധപ്പെടാതിരിക്കില്ല. റെക്കമെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതന്മാരുണ്ടാകാം, സ്വാഭാവികമായിട്ടും പ്രസിഡന്റിൻ്റെ ആൾക്കാരുണ്ടാകാം. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുന്ന സമയത്ത് ശബരിമല അയ്യപ്പ സന്നിധിയിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ മാളികപ്പുറത്തും നടക്കും എന്നുള്ള ചിന്ത ശരിയാകുമല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് പമ്പയിലേക്കും വരാം കഴിയുമ്പോൾ തീർച്ചയായിട്ടും. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആ പൂങ്കാവനത്തിനകത്തുള്ള എല്ലാ ആരാധനാലയങ്ങളും അവർ ഒരുപോലെ കാണുന്നു. അപ്പം എല്ലാ ആരാധനകളും ഒരുപോലെ കാണുന്ന സമയത്ത് ആരും ചിന്തിക്കാനാത്തതാണ് പമ്പയെക്കുറിച്ചുള്ള, പമ്പയിൽ നടക്കാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ട്. പിന്നെ വഴിയിൽ വരുന്ന പല സ്ഥലത്തും ആ നോക്കുന്ന സമയത്ത് അവിടുത്തെ കച്ചവടക്കാരിലേക്കും പോകേണ്ടി വരും.
കച്ചവടക്കാർ പല പേരിൽ യഥാർത്ഥ പേരിലല്ല അവിടെ കച്ചവടം നടത്തുന്നത്. അതെ. പിന്നെ ലേലം ചെയ്ത് എടുക്കുന്ന ഒരു പേരിലാണെങ്കിൽ കച്ചവടം ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്. ഒരു സമയത്ത് അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഒരാളെ ശബരിമലയിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ, അപ്പം അദ്ദേഹം ഒരു വലിയ കോടീശ്വരനാണ്. അവിടുത്തെ പൂജാസാധനങ്ങൾ എടുക്കുന്നയാൾ, തേങ്ങ ലേലം ചെയ്യുന്നയാൾ, ഇതെല്ലാം അടങ്ങുന്ന ആൾക്കാർ. അപ്പം ഇവരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചില പങ്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ പങ്കല്ല, വലിയ പങ്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷിച്ച് കഴിഞ്ഞാലാണ് മാളികപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അതോടനുബന്ധിച്ച് ഇങ്ങോട്ട് പമ്പ വരെയോ അല്ല, പോണ വഴിയിലൊക്കെ അങ്ങനെ നടത്താം. ദേവസ്വം ബോർഡിൻ്റെ ഏതൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം. പ്രൈവറ്റിൽ ഇല്ലേന്ന് ആരെങ്കിലും എതിർത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം എന്താ, നമുക്കറിയില്ല. ഉണ്ടാകാലോ, ഉദ്യോഗസ്ഥരാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആൾക്കാർ. അപ്പോൾ തടിച്ച് കൊഴുത്ത് ജീവിക്കുന്ന, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വേണം എന്ന് പറയുന്ന കാര്യങ്ങൾ. ഈ വരുന്ന ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ശ്രീകണ്ഠേശ്വരത്ത് വരുന്നുണ്ട്, അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അവിടെ പിന്നെ ഭരണസമിതിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചിന്തിക്കാം അങ്ങനെ നടക്കില്ല എന്നുള്ളത്. പക്ഷേ അവിടെയുമുണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് കയറ്റുന്ന സ്വഭാവമൊക്കെ, അതൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. എന്നാൽ ഇത്ര വലിയ കൊള്ളയായിരിക്കില്ല എന്ന് വിചാരിക്കേണ്ടതാണ്. ഏതായാലും ശരി, അത് കന്യാകുമാരിയിൽ വരെ എത്താം. ഇങ്ങനെ പോയിട്ട് അവിടെയും പോയിട്ടാണല്ലോ കുറേ ആൾക്കാർ തിരിച്ചു പോകുന്നത്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ശബരിമലയായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ പത്തനംതിട്ട, കോട്ടയം ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, പറയുന്ന സമയത്ത് നമ്മൾ വേറെ ചില സ്ഥലങ്ങളും കൂടി പറയേണ്ടി വരും. മുമ്പേ കൊള്ള നടന്ന സ്ഥലങ്ങളുണ്ട്, ഏറ്റുമാനൂരുണ്ട്, തിരുനക്കരയുണ്ട്. ഇത്തരം കൊള്ള നടന്ന സ്ഥലങ്ങളും ഇതിൽ പെടാമല്ലോ. അപ്പം ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നാൽ എല്ലാ വൻ സ്രാവുകളെയും ഇതിൽ പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കേണ്ടത്. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.